ഇത് മാസ് മോട്ടോഴ്സിനാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടായി നിൽക്കുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ ആണ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടതാണ്. അപ്പോൾ നമ്മളിതിന് പെട്രോളിൻ്റെ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയ കാർബറേറ്റർ വെച്ചിട്ട് ഒരുപാട് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. കൂടിയത് 4 മാസം, അതിൽ കൂടുതൽ വന്നിട്ടില്ല. പക്ഷേ സെയിം പ്രോബ്ലം വീണ്ടും റിപ്പീറ്റ് വരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഫ്ലോട്ട് വാൽവ് കൃത്യമായിട്ട് അടയാത്തതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ കാർബറേറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറക്റ്റായിട്ട്. അതുമ്പോൾ ശരിക്കും ഒരു പൗഡർ കണക്കൊരു സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുക. കാരണം അത് ഇപ്പോഴത്തെ പെട്രോളിൽ വരുന്ന എത്തനോളിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ് സംഭവിച്ചതാണ്. അതാണ് നിലവിൽ ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നതിൻ്റെ റീസൺ കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10-2000 കിലോമീറ്ററൊക്കെ ഓടുന്ന സമയത്ത് പെട്രോളിൻ്റെ അകത്ത് ഈ പെട്രോളിലേക്ക് അഡിറ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊരു ഡിറ്റർജൻറ്റിങ് പവറുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കിക്കോളും. അതാണ് ചെയ്യാൻ പറ്റാട്ടോ. കാരണം അതല്ലാതെ കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതേപോലെ വീണ്ടും പ്രോബ്ലം വരാമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കാൻ നമുക്ക് അഴിച്ച് ക്ലീനിങ് ഒന്നും പോസിബിൾ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതകൾ. അപ്പോൾ 2000 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോഴാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിനകത്ത് മിനിമം നമുക്കൊരു 2.5 ലിറ്റർ പെട്രോൾ എന്തെങ്കിലും അതിനകത്ത് ടാങ്കിൽ വേണം. ആ സമയത്ത് വേണം അത് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം വരുമ്പോൾ. അപ്പോൾ അതല്ലാണ്ട് ഒരു പോകുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ചെയ്യാനില്ല. കാരണം എന്താ വെച്ചാൽ ചില വണ്ടികളിലാണ് കൂടുതലായിട്ട് ആ പ്രോബ്ലം കാണുന്നത്. ഒട്ടുമിക്ക വണ്ടികൾക്കും ഉണ്ട്. അപ്പോൾ ചില വണ്ടികളിൽ കൂടുതലായിട്ട് പ്രോബ്ലം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ കാർബറേറ്റർ വെച്ചിട്ടും റിപ്പീറ്റ് കാണിക്കുന്ന സ്ഥിതി സ്വാഭാവികമായിട്ട് നമ്മൾ ആ പെട്രോൾ പമ്പൊന്ന് മാറ്റി അടിക്കാനും കൂടി ശ്രദ്ധിക്കുക. പല പമ്പുകളിൽ നിന്ന് അടിക്കാനായിട്ട് നോക്കാം. പിന്നെ കൂട്ടത്തിക്കടെ ഇതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതാണ് ചെയ്യാൻ പറ്റാട്ടോ. അത് ഐറ്റം ഞാൻ കാണിച്ചു തരാം ഏതാ മോഡൽ എന്നുള്ളത്. ഇത് യമഹയ്ക്ക് വരുന്ന സംഭവമാണത്. പെട്രോൾ കാർബൺ ക്ലീനർ എന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോൾ അത് ആ ഫ്യൂൽ ലൈൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. അതായത് ഹെഡിനകത്ത് വരുന്ന കരിയുടേതായിട്ടുള്ള അടക്കം നമുക്ക് അതിൻ്റെ കാർബണിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. പിന്നെ പെട്രോൾ വന്ന് ഫില്ലാവുന്ന ഭാഗം ഇവിടെ ആയതുകൊണ്ടും ഈ ഭാഗങ്ങളും അതിൻ്റെ ഈ ജെറ്റിൻ്റെ ഭാഗങ്ങൾ ആ ചെറിയ വളരെ സെൻസിറ്റീവായിട്ടുള്ള എല്ലാ ഹോളുകളും നീറ്റായിട്ട് ക്ലീനായി കിട്ടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കാം. അതാണ് നമുക്ക് ഇതിന് പറ്റിയ ഒരു എന്താ പറയുക സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അത് ഈ മോഡൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന വണ്ടികൾക്ക് അതാണ് ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ഞാനിത് ഐറ്റം തരാം, എന്തെങ്കിലും നോക്ക്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഹോണ്ടയ്ക്ക് നമുക്കത് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് യമഹയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടേരെ. നമുക്കിപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിൽ തരാം. ഓക്കെ.